അമേരിക്കയിലെ ഹിന്ദു ക്ഷേത്രം വാൻഡലിസം അല്ലെങ്കിൽ ആക്രമണം നേരിടുകയും ഇന്ത്യൻ സമൂഹവും ഇന്ത്യൻ ഗവൺമെന്റും ഒന്നടങ്കം നിന്ന് അതിനെ എതിർക്കുകയും കണ്ടം ചെയ്യുകയും അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവം കാലിഫോർണിയയിലാണ്. BAPS ഹിന്ദു ടെമ്പിൾ, നമുക്കറിയാം ദുബായിലും ഇപ്പോ UAE-യിലും വന്നിരിക്കുന്ന അമ്പലം BAPS-കാര് ഉണ്ടാക്കിയ അമ്പലമാണ്. BAPS എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രമുഖമായ ഗ്രൂപ്പ്സിലൊന്നാണ്. സ്വാമി നാരായൺ എന്ന് പറയുന്ന ലെജൻഡറി ആയ ഒരു സന്യാസി, യോഗി വര്യൻ തുടങ്ങിയതാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദനും എന്ന പോലെ BAPS ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലമായ അക്ഷർധാം ഒക്കെ ഈ BAPS-ന്റെ ഇൻഫ്ലുവൻസ് ആണ്. നമ്മുടെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ഒക്കെ ഇവരുടെ വളരെ ക്ലോസും ആയിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഖാലിസ്ഥാനികളാണ് അല്ലെങ്കിൽ സിഖ് തീവ്രസ്വരക്കാരാണ് ഈ വാൻഡലിസത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ രൺധീർ ജയ്സ്വാൾ ഇത് തികച്ചും അപലപനീയമാണെന്നും US ഗവൺമെന്റിനോട് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നും പറഞ്ഞു. കാലിഫോർണിയയിലെ ചിനോ ഹിൽസിലുള്ള ഹിന്ദു ക്ഷേത്രമാണ് ഇതേപോലെ വാൻഡലിസം ആക്രമണത്തിന് ഇരയായത്. അതിശക്തമായി നമ്മൾ ഇതിനോട് പ്രതിഷേധിക്കണം. കാര്യം ലോകത്തെവിടെ ഹിന്ദു സമൂഹം ഉണ്ടെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു ഭൂരിപക്ഷ രാജ്യമെന്ന നിലയിൽ ആ ഹിന്ദു സമൂഹത്തിന് സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മഹാത്മാഗാന്ധി അടക്കമുള്ള കാലത്ത് ഇത് തന്നെയായിരുന്നു നിലപാട്. അതായത് ഹിന്ദുക്കളും സിഖുകാർക്കും നമ്മൾ ഇന്ത്യയിലേക്ക് അവർ തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. ഖാലിസ്ഥാനി റെഫറൻഡം എന്ന് പറയുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ലോസ് ഏഞ്ചലസിൽ അതിന്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അമ്പലത്തിന് നേരെയുള്ള ആക്രമണം നടക്കുന്നത്. വളരെ മോശമായ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വൃത്തികെട്ട വാക്കുകൾ, 4 letters വേർഡ്സ് അടക്കമുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ, ഹിന്ദു തുടങ്ങിയ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അതൊന്നും പറയുന്ന പോലുമില്ല. അപ്പൊ അമേരിക്കയിലെ ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക അടക്കം അതിശക്തമായി ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ഖാലിസ്ഥാനികൾ, സിഖുകാർ നമ്മുടെ അഭിമാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു സമൂഹമാണ് നമ്മുടെ സിഖ് സഹോദരങ്ങൾ. പക്ഷേ ഖാലിസ്ഥാനികൾ അതേപോലെയല്ല, സെപ്പറേറ്റിസ്റ്റുകളാണ്. എല്ലാ സമൂഹത്തിലും മതത്തിലും തീവ്ര സുരക്കാരുണ്ട്. ഹിന്ദുക്കളിൽ തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്, അവരാണ് ഗോഡ്സേവാദികൾ. പരിശുദ്ധ എല്ലാ മതങ്ങളിലും അതിൻ്റെ എക്സ്ട്രീം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ തീവ്ര ഹിന്ദുത്വവാദികൾ ഉള്ളതുപോലെ ഇസ്ലാമിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉള്ളതുപോലെ സിഖുകാരിൽ ഖാലിസ്ഥാനികളും ക്രിസ്ത്യൻ സമൂഹത്തിൽ തീവ്ര മതപരിവർത്തനവാദികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെതിരെയുള്ള അതിശക്തമായ നിലപാട് പൊതുസമൂഹത്തിന് എടുക്കാൻ കഴിയണം. ഈ ഖാലിസ്ഥാനികൾ അങ്ങനെ പല രീതിയിലുള്ള ആക്രമണം ഈ കാലിഫോർണിയയിലെ ഹിന്ദു ടെമ്പിൾസ്, കാനഡയിലെ ചില ഹിന്ദു ടെമ്പിൾസ് അടക്കം ഉള്ളത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അതിനെതിരെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ശക്തിപൂർവ്വം പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും നമുക്കാകണം. കാര്യം ഇത് കാലിഫോർണിയയിലെ ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിളാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അമ്പലമാകട്ടെ, മുസ്ലിം പള്ളിയാകട്ടെ, ക്രിസ്ത്യൻ പള്ളിയാകട്ടെ, ബൗദ്ധ വിഹാരമാകട്ടെ, ജൂയിഷ് സിനഗോഗ് ആകട്ടെ, ഒരാളുടെയും വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. അവിടെയാണ് ഇതെല്ലാം പരിശുദ്ധവും പവിത്രവുമാണ് എന്ന് നമുക്ക് കാണണം. അപ്പോൾ ആ കാലിഫോർണിയയിലെ ഹിന്ദു ടെമ്പിൾ വാൻഡലൈസ് ചെയ്യുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും ഒക്കെ ഒരുപാട് അസഭ്യവർഷം നടത്തുകയും ചെയ്തതിനെ ഒരുമിച്ച് നമുക്ക് എതിർക്കണം. അവിടെ മോദിജിയോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവരാനുള്ള സാധനമല്ല. വിദേശത്ത് നമ്മൾ പോകുമ്പോൾ മോദിജിയോട് അഭിപ്രായ യോജിപ്പുണ്ടെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിയാണ്, ശ്രീ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ വേറൊരാൾ. അവിടേക്കാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പോകണം. അങ്ങനെ വിദേശ രാജ്യത്ത് മോദിയെയും ഇന്ത്യയെയും ആരെങ്കിലും അസഭ്യം പറഞ്ഞാൽ അതിനെ എതിർക്കാനുള്ള ധാർമ്മികമായ സത്യസന്ധതയും ശക്തിയും നമ്മൾ കാണിക്കണം. അപ്പോൾ പൂർണ്ണമായി ഈ കാലിഫോർണിയയിലെ ഹിന്ദു ക്ഷേത്രത്തിനെതിരെയുള്ള ആക്രമണം, ശ്രീ നരേന്ദ്രമോദിക്കെതിരെ, ഇന്ത്യക്കെതിരെ, ഭാരതത്തിനെതിരെയുള്ള അസഭ്യവർഷം, അതിനെതിരെ US ഗവൺമെന്റ് നടപടി എടുക്കും എന്ന് വിശ്വസിക്കുന്നു. അതിനെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെ കൂട്ടിക്കുഴയ്ക്കണ്ട. പലപ്പോഴും ആൾക്കാർ കമന്റ് ചെയ്യുമ്പം ഈ ഇവിടെ അങ്ങനെ ഉണ്ടായില്ലേ, അവിടെ ഇങ്ങനെ ഉണ്ടായി, അങ്ങനൊന്നുമല്ല. തെറ്റ് എവിടെ നടന്നാലും തെറ്റ് തന്നെയാണ്. അത് ഇന്ത്യയിൽ നടന്നാലും അമേരിക്ക നടന്നാലും പാകിസ്ഥാനിൽ നടന്നാലും സൗദി അറേബ്യയിൽ നടന്നാലും ധാർമ്മികതയോടെ മുമ്പോട്ട് പോകാൻ നോക്കാകട്ടെ. ജയ് ഹിന്ദ്.